പ്രൈസ് ദി ലോർഡ്. ജീവജലം എന്ന പ്രതിദിന വാഗ്ദത്ത വചനത്തിലേക്ക് ലോകമെമ്പാടുമുള്ള ദൈവമക്കൾക്ക് വേഗം വരുന്നവനായ യേശുക്രിസ്തുവിൻ്റെ അതിപരിശുദ്ധ നാമത്തിൽ സ്നേഹ വന്ദനം. ഇന്ന് 2024 ജൂൺ മാസം 27-ാം തീയതി വ്യാഴാഴ്ച. സ്വർഗത്തിലെ ദൈവത്തിൻ്റെ അളവറ്റ കൃപയാൽ നാം ഒരു പുതുദിനത്തിലേക്ക് പ്രവേശിച്ചിരിക്കുന്നു. ഈ ദിനം അനുഗ്രഹത്തിൻ്റെയും സന്തോഷത്തിൻ്റെയും നന്മയുടെയും ദിനമായി തീരട്ടെ എന്നുള്ള പ്രാർത്ഥനയോടെ ഇന്നത്തെ വാഗ്ദത്ത വചനത്തിലേക്ക് പ്രവേശിക്കാം. ഇന്ന് ജീവജലത്തിൽ കൂടി പ്രോമിസ് വേഴ്സായി നമുക്ക് ലഭിച്ചിരിക്കുന്നത് യെഹെസ്കേൽ പ്രവാചകന്റെ പുസ്തകം 20-ാം അധ്യായം 42-ാം വാക്യം. എസെക്കിയേൽ ചാപ്റ്റർ 20 വേഴ്സ് 42 നാം ഇപ്രകാരം വായിക്കുന്നു: നിങ്ങളുടെ പിതാക്കന്മാർക്ക് കൊടുക്കുമെന്ന് ഞാൻ കൈ ഉയർത്തി സത്യം ചെയ്ത ദേശമായ ഇസ്രായേൽ ദേശത്തേക്ക് നിങ്ങളെ കൊണ്ടുവരുമ്പോൾ ഞാൻ യഹോവ എന്ന് നിങ്ങൾ അറിയും. ഇസ്രായേൽ ജനത്തിന്റെ മടങ്ങിവരവിനെക്കുറിച്ചും അവരുടെ യഥാസ്ഥാനത്തെക്കുറിച്ചും വളരെ വ്യക്തമായി യെഹെസ്കേൽ പ്രവചനം നമ്മെ പഠിപ്പിക്കുന്നു. ഇസ്രായേൽ ജനം ദൈവത്തിന്റെ സ്വന്തം ജനം. നിർഭാഗ്യവശാൽ പേരും അർത്ഥവും അങ്ങനെ നിൽക്കുന്നുവെങ്കിലും ദൈവത്തിൽ നിന്നും കാലാകാലങ്ങളിൽ നന്മകളും അനുഗ്രഹങ്ങളും പ്രാപിച്ചിട്ട് അവയൊന്നും നന്ദിയോടെ ഓർക്കാതെ ദൈവത്തിൽ നിന്നും അകന്നു പൊക്കൊണ്ടിരുന്നു. എന്നാൽ അവരെ മടക്കി വരുത്തി യഥാസ്ഥാനപ്പെടുത്തി ഇസ്രായേൽ ദേശത്ത് എത്തിക്കുമ്പോൾ അവരുടെ പിതാക്കന്മാർക്ക് ദൈവം കൊടുത്ത വാഗ്ദത്തം നിവർത്തിച്ചുവെന്ന് അവർ തിരിച്ചറിയത്തക്കവണ്ണം ഇസ്രായേലിന്റെ പരിശുദ്ധനായ ദൈവം ആരെ എന്ന് അവർക്ക് തിരിച്ചറിയുവാൻ ഇടയാകും എന്ന് പ്രവാചകനിൽ കൂടെ ഇസ്രായേൽ ജനത്തോട് പറയുകയാണ്. നാം പലപ്പോഴും ഈ പ്രവചന പുസ്തകങ്ങളും പഴയ നിയമത്തിന്റെ പല പുസ്തകങ്ങളും വായിക്കുകയും വചനം കേൾക്കുകയും പഠിക്കുകയും ചെയ്യുമ്പോൾ കരുതും, ചിന്തിക്കും, ഇതൊന്നും നമ്മളുമായിട്ട് യാതൊരു ബന്ധവുമില്ല, പഴയ നിയമ ഇസ്രായേലിന്റെ ചരിത്രം എന്ന് മാത്രം. അല്ല, ഇന്നത്തെ വാക്യവും നമ്മുടെ ജീവിതവുമായി ഒന്ന് തട്ടിച്ചു നോക്കിയാൽ നമ്മുടെ കഴിഞ്ഞകാല ജീവിതവും ഇതൊക്കെ തന്നെയല്ലേ? എത്രയോ നന്മകൾ, എത്രയോ അനുഗ്രഹങ്ങൾ നാളുകളായി നാം ദൈവത്തിൽ നിന്നും പ്രാപിക്കുന്നു. പ്രിയ മാതാപിതാക്കളെ, സഹോദരങ്ങളെ, നിങ്ങളുടെ ജീവിതം ഒന്ന് തിരിഞ്ഞു നോക്കിക്കാട്ട്. നിങ്ങൾ പ്രാർത്ഥിച്ചതിൽ 90% ലഭിച്ചിട്ടില്ലേ? നിങ്ങൾ ആഗ്രഹിച്ചതിനേക്കാൾ ഉപരിയായി തമ്പുരാൻ നടത്തിയിട്ടില്ലേ? നിങ്ങൾ പ്രതീക്ഷിക്കാത്ത ഇടങ്ങളിൽ നിങ്ങളുടെ മക്കളെയും അവരുടെ മക്കളെയും ദൈവം കൊണ്ട് എത്തിച്ചില്ലേ? അത് ഓർക്കേണ്ട ഒരു കാര്യം വിദേശ രാജ്യങ്ങളിൽ പോകുന്നതോ ഉന്നതമായ ജോലി നേടുന്നതോ ധാരാളം ധനം സമ്പാദിക്കുന്നതോ അല്ല അനുഗ്രഹം എന്നതുകൊണ്ട് ഞാൻ ഇവിടെ വിവക്ഷിച്ചത്. ഏറ്റവും വലിയ സമ്പത്ത്, അനുഗ്രഹം, ഉയർച്ച എന്ന് പറയുന്നത് ദൈവത്തെ അറിഞ്ഞ് ദൈവകൃപയോടെ സമാധാനത്തോടെ ജീവിക്കുന്നില്ലേ? അതൊരു പക്ഷേ വിദേശത്തായിരിക്കാം, സ്വദേശത്തായിരിക്കാം, നിങ്ങൾ ഒന്നിച്ചായിരിക്കാം. എങ്ങനെയാണെങ്കിലും കുടുംബത്തിൽ സമാധാനത്തോടെ അനുഗ്രഹത്തോടെ ജീവിക്കുവാൻ ദൈവം അവസരവും സാഹചര്യവും ഒരുക്കിയെങ്കിൽ അത് നമ്മൾ നന്ദിയോടെ ഓർക്കാറുണ്ടോ? ഞാൻ ഓർപ്പിച്ചു, 90% കൃപയാൽ ഒരർഹതയുമില്ലാഞ്ഞിട്ടും നമ്മുടെ പിതാക്കന്മാരോട് വാഗ്ദത്തം ചെയ്ത ദൈവമാകയാൽ നമുക്കത് നൽകി തന്നു. പക്ഷെ നമ്മൾ ആ 90% മറന്നിട്ട് ലഭിക്കാൻ താമസിക്കുന്നതോ ദൈവം താൽക്കാലികമായി നമുക്ക് നൽകാതെ തടുത്തു വച്ചിരിക്കുന്നതോ ആയ 10% പിന്നിൽ നിന്നുകൊണ്ട് പിറുപിറുക്കുകയും കുറ്റപ്പെടുത്തുകയും പ്രാർത്ഥിക്കാതിരിക്കുകയും ആരാധനയ്ക്ക് പോകാതിരിക്കുകയും ദൈവനാമത്തിൽ
ഒരു വിധത്തിലും അടുക്കാതിരിക്കുകയും ചെയ്യുന്ന ഒരു മർക്കട മുഷ്ടി സ്വഭാവമല്ലേ നമുക്കുള്ളത്? സ്വയം ചിന്തിക്കുക. അങ്ങനെയുള്ളവരോട് പറയുകയാണ്, ഞാൻ ദൈവമെന്ന് നിങ്ങൾ അറിയുന്ന ഒരു ദിവസം വരും. അത് നമുക്ക് വരാതിരിക്കുവാൻ ഇന്ന് എന്നെ കേൾക്കുന്ന ദൈവമക്കളെ, കഴിഞ്ഞ നാളിൽ നടത്തിയ ദൈവത്തിന് നന്ദി പറയാം. നമ്മൾ അനുഭവിക്കുന്നത് മുഴുവനും ദൈവത്തിന്റെ ദാനമാണ്, ദൈവത്തിന്റെ കൃപയാണ്. ഒരു യോഗ്യതയുമില്ലാത്ത സ്ഥാനങ്ങളിൽ ദൈവം നമ്മെ അയച്ചു, നടത്തി, പരിപാലിച്ചു. വാഹനത്തിന് വാഹനം, ഭവനത്തിന് ഭവനം, വസ്ത്രത്തിന് വസ്ത്രം, ഭക്ഷണത്തിന് ഭക്ഷണം എന്നു വേണ്ട തലമുറകളെയും ഒക്കെ ദൈവം മാനിച്ചു. ഈ ദൈവത്തിന് നന്ദി പറഞ്ഞുകൊണ്ട്, സ്തോത്രം പറഞ്ഞുകൊണ്ട് ജീവിപ്പാൻ നമുക്ക് കഴിയുന്നില്ല എങ്കിൽ നാം ദൈവത്തോട് കാണിക്കുന്ന നന്ദികേടാണ്, നീതികേടാണ്. അതുകൊണ്ട് ഇതാ ഇസ്രായേൽ ജനത്തോട് പറയുകയാണ്, നിങ്ങളെ ഞാൻ നിങ്ങളുടെ പിതാക്കന്മാരോട് വാഗ്ദത്തം ചെയ്ത ദേശമായ ഇസ്രായേൽ ദേശത്തേക്ക് മടക്കി വരുത്തുമ്പോൾ ഞാൻ യഹോവ എന്ന് നിങ്ങൾ അറിയും. ഈ നാളുകളിൽ തിരിച്ചറിയുക, നാം അനുഭവിക്കുന്നത് മുഴുവൻ ദൈവം നൽകിയ നന്മയും ദാനവുമാണ്. ഒരുപക്ഷെ നമ്മുടെ അധ്വാനം കാണും, ഉറക്കിളപ്പ് കാണും, കഷ്ടപ്പാട് കാണും. പക്ഷെ ഇതിനൊക്കെയുള്ള അവസരവും കഴിവും പ്രാപ്തിയും ബുദ്ധിയും വിവേകവും നൽകിയത് ദൈവമാണ് എന്ന് ഒരിക്കലും മറന്നു പോകരുത്. ആകയാൽ അനുഭവിക്കുന്ന എല്ലാ നന്മകൾക്കും നന്ദിയുള്ളവരായി ജീവിപ്പാൻ ഇന്ന് പകൽ പരിശുദ്ധാത്മാവ് നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ്. ആരെങ്കിലും വേദനയിലോ വിഷമത്തിലോ ഭാരത്തിലോ ആയിരുന്ന് എന്നെ കേൾക്കുന്നുവോ? പ്രിയ സഹോദരങ്ങളെ, ഇന്നത്തെ വാഗ്ദത്ത വചനം പറയുന്നു, നിങ്ങളെ ഞാൻ മടക്കി വരുത്തുന്ന ദൈവമാണ്. അതെ, നിങ്ങളുടെ വേദന മാറ്റും, വിഷമം മാറ്റും, ഭാരം മാറ്റും, പ്രയാസം മാറ്റും. നമ്മുടെ ദൈവം നീതിയുള്ള ദൈവമാണ്. ഒരുപക്ഷെ നിങ്ങൾ ചിന്തിച്ചേക്കാം, സഹോദര, പ്രിയ ബ്രദറെ, ഈ മാസം തീരുവാൻ ചുരുങ്ങിയ 1-2 വർക്കിംഗ് ഡേയ്സ് മാത്രമേ മുൻപിലുള്ളൂ. പിന്നെ ഞാൻ ഇന്ന് കടന്നു പോകുന്ന ഈ അവസ്ഥയ്ക്ക് എങ്ങനെയാണ് മാറ്റം വരിക? എന്താണ് എന്റെ വിഷയത്തിനൊരു വിടുതൽ? ഏത് വഴിയാണ്? ഏത് വിധത്തിലാണ്? പ്രിയ സഹോദരങ്ങളെ, വരുന്ന 2 ദിവസം തന്നെ ദൈവത്തിന് ധാരാളമാണ്. നിങ്ങളുടെ വിഷയത്തിന്മേൽ പ്രവർത്തിപ്പാൻ ദൈവം മതിയായവനാ. അതുകൊണ്ട് വളരെ വിശ്വാസത്തോടെ, ആത്മാർത്ഥതയോടെ, പ്രാർത്ഥനാപൂർവം ദൈവസന്നിധിയിലേക്ക് അടുത്തു വരാം. നമ്മെ എത്തിക്കൂ എന്ന് പറഞ്ഞാൽ അവിടെ എത്തിക്കുക തന്നെ ചെയ്യും. ആ ദൈവം നിങ്ങളുടെ സകല വിഷയത്തിന്മേലും ഇന്ന് പകൽ ജയമെടുപ്പാൻ ഇടയാക്കട്ടെ. അതിന് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മെ ഒരുക്കുകയും ചെയ്യുമാറാകട്ടെ. തലകളെ വണക്കാം, പ്രാർത്ഥിക്കാം. നിത്യമായ സ്നേഹത്താൽ ഞങ്ങളെ എല്ലായ്പ്പോഴും സ്നേഹിക്കുന്ന ദൈവമേ, സ്വർഗീയ പിതാവേ, ഞങ്ങളും ഞങ്ങളുടെ പിതാക്കന്മാരും ദൈവത്തിൽ നിന്ന് അകന്നുപോയാലും ഞങ്ങളുടെ പൂർവ്വപിതാക്കന്മാരോട് വാഗ്ദത്തം ചെയ്തത് യഥാസമയം നിവർത്തിക്കുമെന്ന് യെഹെസ്കേൽ പ്രവാചകനിലൂടെ ഇസ്രായേൽ ജനതയോട് പറഞ്ഞത് ഇന്ന് ഞങ്ങളെ കേൾപ്പിച്ചതിനായി സ്തോത്രം. കഴിഞ്ഞ നാളുകൾ ഞങ്ങളെ നടത്തിയ വിധങ്ങൾക്കായി സ്തോത്രം. ഞങ്ങൾ ഇന്ന് അനുഭവിക്കുന്ന എല്ലാ നന്മകൾക്കും ദാനങ്ങൾക്കുമായി ഞങ്ങൾ അങ്ങേ വാഴ്ത്തുന്നു. വേദനയും ഭാരവും വിഷമവും സങ്കടവും ഒക്കെ ഞങ്ങളിൽ ഉണ്ടപ്പ. അവയൊക്കെ മാറ്റി ദൈവ കൃപകൾ കൊണ്ട് നിറയ്ക്കണമേ. രക്തക്കോട്ടയ്ക്കുള്ളിൽ ഞങ്ങളെ പൊതിയണമേ. എല്ലാ നന്മകളാലും ഞങ്ങളെ നിറച്ച് അനുഗ്രഹത്തോടെ നടത്തണമെന്ന് യേശുക്രിസ്തു മൂലം അപേക്ഷിക്കുന്നു. കൃപയോടെ കേൾക്കുമാറാകണമേ. ആമീൻ, ആമീൻ, ആമീൻ. പ്രിയ ദൈവമക്കളെ, പലപ്പോഴും നാം കരുതും നാളുകൾ കടന്നുപോയി, സമയം മുൻപിലില്ല, ഇനിയും എന്നാണ് വിടുതൽ? അങ്ങനെയുള്ളവരോട് ഇന്നത്തെ വാഗ്ദത്ത വചനം പറയുക, നിങ്ങളുടെ പിതാക്കന്മാരോട് വാഗ്ദത്തം ചെയ്തതുപോലെ കൈ ഉയർത്തി സത്യം ചെയ്തത് നിശ്ചയമായും നിങ്ങളെ മടക്കി വരുത്തി ഇസ്രായേൽ ദേശത്ത് എത്തിച്ച് ആ വാഗ്ദത്തം ചെയ്ത ദൈവം ഞാനെന്ന് നിങ്ങൾ അറിയും. അതെ, സമയം വൈകിയിട്ടില്ല. ദൈവം തക്ക സമയത്ത് നമുക്ക് വേണ്ടി അത്ഭുതം ചെയ്യും. ഇന്നത്തെ ദിനം നിങ്ങൾക്കൊരു
വിടുതലിന്റെ ദിനമാവട്ടെ, അനുഗ്രഹത്തിന്റെ ദിനമാവട്ടെ. പ്രാർത്ഥനയോടെ ദൈവസ്ഥലേക്ക് അടുത്തു വരാം. ഇന്നത്തെ വചനം നമ്മുടെ ജീവിതത്തിൽ അന്വർത്ഥമായി തീരട്ടെ. കർത്തൃ ശുശ്രൂഷയിൽ നിങ്ങൾക്കൊപ്പം ബ്രദർ സന്തോഷ് കൊടുകുളഞ്ഞി. ഗോഡ് ബ്ലെസ് യു ഓൾ.